നമസ്കാരം. ഇത് കാഞ്ചി കാമകോടി പീഠത്തിൻ്റെ ശങ്കരാചാര്യരുടെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന സ്തൂപമാണ്. ഇവിടെ ആദിശങ്കരൻ്റെ പാദുകമാണ് പൂജയ്ക്ക് വച്ചിരിക്കുന്നത്. ദക്ഷിണാമൂർത്തിയാണ് പ്രതിഷ്ഠ. 10 നിലകളുള്ള ഈ സ്തൂപത്തിൽ ആദിശങ്കരൻ്റെ 50 പ്രസിദ്ധമായ 50 മെയിൻ കാര്യങ്ങളാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എവിടെയൊക്കെ പോയിട്ടുണ്ട്, എന്തെല്ലാമാണെന്നുള്ളത് മുകളിൽ 8 നിലയിലും കാണാവുന്നതാണ്. കൂടാതെ ഷൺമത പ്രതിഷ്ഠ കൂടി മുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷൺമത പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് ചില ദൈവങ്ങളെ മാത്രമേ പൂജിക്കുമായിരുന്നുള്ളൂ. മറ്റു ചില ദൈവങ്ങളെയായിരുന്നു പൂജിച്ചുകൊണ്ടിരുന്നത്. ശങ്കരാചാര്യ വന്നതിന് ശേഷമാണ് എല്ലാ മതസ്ഥരും എല്ലാ ദൈവങ്ങളെയും പൂജിച്ചുകൊണ്ടിരുന്നത്. ഹിന്ദുക്കളിൽ തന്നെ ചിലർ വിഷ്ണുവിനെ മാത്രം പൂജിച്ചുകൊണ്ടിരുന്നു, ചിലർ കൃഷ്ണനെ മാത്രം പൂജിച്ചുകൊണ്ടിരുന്നു, ചിലർ മുരുകനെ അങ്ങനെ പൂജിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ശങ്കരാചാര്യരാണ് ഷൺമത പ്രതിഷ്ഠ എന്നുള്ള രീതിയിൽ എല്ലാ മതസ്ഥരും എല്ലാ ദൈവങ്ങളെയും പൂജിക്കാനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ആദിശങ്കരാചാര്യരാണ്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ ഷൺമത പ്രതിഷ്ഠ കൂടി പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. ഇത് എറണാകുളം ജില്ലയിലെ കാലടി എന്ന പ്രദേശത്താണ് ഈ സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. ആദിശങ്കരൻ വളർന്ന സ്ഥലമാണ് കാലടി. ജനിച്ചത് പിറവം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ അത് ചിന്മയ മിഷനാണ് മെയിൻറ്റെയിൻ ചെയ്തു വരുന്നത്. ഇവിടെ 2 കിലോമീറ്റർ അപ്പുറത്ത് ശൃംഗേരി മഠം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് പൂർണ്ണ നദിയിലാണ് ആദിശങ്കരൻ സന്യാസത്തിന് പോകുന്ന സമയത്ത് മുതല കാലിൽ പിടിക്കുകയും അമ്മ സന്യാസത്തിന് പോകാൻ അനുവാദം കൊടുക്കുന്ന സമയത്ത് കാലിൽ നിന്ന് പിടിവിടുകയും ചെയ്ത ആ പ്രശസ്തമായ നദിയാണ് 2 കിലോമീറ്റർ അപ്പുറത്തുള്ളത്. നദിയുടെ തീരത്ത് തന്നെ ആദിശങ്കരൻ്റെ അമ്മയുടെ സമാധി കൂടിയുണ്ട്. കൂടാതെ ആദിശങ്കരൻ്റെ കുലദേവ ക്ഷേത്രമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ആര്യാമ്പയുടെ ക്ഷേത്രം, ശങ്കരാചാര്യ ക്ഷേത്രം എന്നിവ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇവിടെ എത്തിച്ചേരുവാനായിട്ട് പെരുമ്പാവൂരിൽ നിന്ന് വരുന്നവർ കാലടി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ സ്തൂപം നിലസ്ഥിതി ചെയ്യുന്നത്. അങ്കമാലിയിൽ നിന്ന് വരുന്നവരും ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. 5 രൂപയാണ് മുകളിൽ കയറുന്നതിന് എൻട്രൻസ് ഫീസായിട്ട് ഇവിടെ വാങ്ങിക്കുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ആദിശങ്കര കീർത്തിസ്തംഭ മണ്ഡപത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കാലടിയിലെ ഈ പ്രശസ്തമായ സ്തൂപം 1978 മെയ് 2-ാം തീയതിയാണ് കുംഭാഭിഷേകം നടത്തിയത്. അന്നത്തെ പ്രസിഡന്റായിരുന്ന നീലം സഞ്ജീവ് റെഡ്ഡി ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ് ഉണ്ടായത്. കൂടാതെ 168 സ്റ്റെപ്പുകളുണ്ട് ഈ സ്തൂപത്തിൽ. എൻ്റെ പേര് രാഘവൻ എന്നാണ്. ഞാൻ കാലടി സ്വദേശി തന്നെയാണ്. എൻ്റെ ഫോൺ നമ്പർ എന്തെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലും വഴിപാടുകൾക്കോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ മെയിൻ ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ശങ്കര ജയന്തിയാണ്. അത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തപ്പെടുന്നു. കൂടാതെ നവരാത്രിയും ഇവിടെ 9 ദിവസവും കച്ചേരികൾ മറ്റു പ്രോഗ്രാമുകളൊക്കെ നടത്തി വരുന്നുണ്ട്. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ആദിശങ്കര കീർത്തിസ്തംഭ മണ്ഡപത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.